ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യോഹന്നാൻ 20-ന്റെ 1-2 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിൻ്റെ കല്ലറയ്ക്കലെ സ്നേഹജ്വാലകളായി ചിലരെ ഈ വേദഭാഗത്ത് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നു. അതായത് 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പുനരുത്ഥാന സംഭവങ്ങളുടെ വിവരണങ്ങളില്ല. എന്നാൽ പുനരുത്ഥാനത്തെ ഒരു യാഥാർത്ഥ്യമായി അനുഭവവേദ്യമാക്കുന്നുണ്ട്. ശിഷ്യരെ ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ അനുഭവിച്ചറിയുകയും അത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. ക്രൂശീകരണത്തിന്റെ തുടർ ദിവസം ശബത്തായിരുന്നതിനാൽ ശിഷ്യർക്ക് സഞ്ചാര പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ യേശുവിന്റെ ശരീരം വെച്ച കല്ലറ സന്ദർശിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സമയ നിയന്ത്രണം കഴിഞ്ഞ ഉടൻ പിറ്റേന്ന് അതിരാവിലെ മഗ്ദലക്കാരത്തി മറിയ കർത്താവിന്റെ ഖബറിടം സന്ദർശിച്ചു. മറ്റ് സുവിശേഷങ്ങളിൽ മറിയയോടൊപ്പം മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തുന്നു. 2-ാം വാക്യത്തിൽ മറിയ പത്രോസിനോട് ഇക്കാര്യം അറിയിച്ചപ്പോൾ ഞങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരുന്നതിനാൽ മറിയയോടൊപ്പം മറ്റ് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇവിടെ ഈ വേദഭാഗത്ത് ഒന്നാമത് മഗ്ദലക്കാരി മറിയ യേശുവിനെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചില്ല. മറ്റാർക്കും തൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ് യേശു മറിയയ്ക്ക് ചെയ്തു നൽകിയത്. യേശു അവളിൽ നിന്നും 7 ദുരാത്മാക്കളെ പുറത്താക്കിയിരുന്നു. മർക്കോസ് 16-ാം അധ്യായത്തിലും ലൂക്കോസ് 8-ാം അധ്യായത്തിലൊക്കെ അത് നമുക്ക് കാണാം. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് കരയേറ്റി സൗഖ്യം നൽകിയതിനാൽ മറിയ യേശുവിനോട് കൂടുതൽ നന്ദിയുള്ളവളായിരുന്നു. പുലരും മുൻപേ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കല്ലറയ്ക്കൽ എത്തിച്ചേർന്നു. കല്ലറവാതിലിൽ വച്ചിരുന്ന വലിയ കല്ലിനെക്കുറിച്ചോ സ്ത്രീ എന്ന നിലയിലുള്ള തൻ്റെ പരിമിതികളെക്കുറിച്ചോ മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒന്നും അവൾ ഓർത്തില്ല. കല്ലറ തുറന്നു കിടക്കുന്നതും യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ലാതിരിക്കുന്നതും അവൾ അറിഞ്ഞപ്പോൾ പത്രോസിന്റെ സഹായം അവൾ തേടി. തൻ്റെ ജീവനേക്കാൾ അധികം മറിയ കർത്താവിനെ സ്നേഹിച്ചതിനാലാവാം ഉയിർത്തെഴുന്നേറ്റവനെ ആദ്യം കണ്ടത് മഗ്ദലക്കാരത്തിയാണ് എന്ന് രേഖപ്പെടുത്തുന്നു. രണ്ടാമത് ഈ വേദഭാഗത്തിന്റെ ശ്രദ്ധ പതിയുന്ന മറ്റൊരു കാര്യം യോഹന്നാൻ യേശുവിന്റെ ശരീരം പൊതിഞ്ഞിരുന്ന കച്ചയെക്കുറിച്ച് പറയുന്നതാണ്. 8-ാം വാക്യം സൂചിപ്പിക്കുന്നത് ശവക്കച്ചയുടെ കാഴ്ച യോഹന്നാനിൽ വിശ്വാസം ജനിപ്പിച്ചു എന്നാണ്. അവ അലങ്കോലപ്പെടുകയോ ചുളുങ്ങുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോഴും അകത്ത് ശരീരമുണ്ട് എന്ന തോന്നൽ ഉളവാക്കുമാറ് ആ ശീലകൾ അതുപോലെ ഇരുന്നിരുന്നു. തലയിൽ കെട്ടിയിരുന്ന ഉറുമാൽ ചുരുട്ടി അകലെയായി വച്ചിരുന്നു. ഒരു പ്രകാരത്തിലും അത് ആരാലും അലങ്കോലപ്പെടുത്തപ്പെട്ടില്ല. യേശുവിൻ്റെ ശരീരം അതിൽ കൂടെ കടന്നുപോയതുപോലെ മാത്രം. ജോൺ സ്റ്റോട്ട് തൻ്റെ പുസ്തകത്തിൽ ഈ കാര്യം വിവരിക്കുന്നതിന് ഉപയോഗിച്ച ഒരു അലങ്കാരം ശ്രദ്ധേയമാണ്. ചിത്രശലഭം രൂപപരിണാമം പ്രാപിച്ച് കൊക്കൂൺ പൊട്ടിച്ച് പറന്നു പൊങ്ങിയാലും കൊക്കൂൺ അതേ രൂപത്തിലിരിക്കും പോലെ യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ ശീലകൾ ഇരുന്നിരുന്നു എന്നാണ്. അപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനം അത്തരത്തിൽ ലാസറിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൽ നിന്നുമൊക്കെ വ്യത്യാസമാണ്. ഭൗതിക ജീവനിലേക്ക് മടങ്ങി വന്ന ലാസറിൻ്റെ കെട്ടുകൾ പൊട്ടിക്കേണ്ടതും പൊതിഞ്ഞു വച്ചിരുന്ന ശവക്കച്ചയിൽ നിന്ന് അയാളെ സ്വതന്ത്രനാക്കേണ്ടതും ആവശ്യമായിരുന്നു. മൂന്നാമത്തെ ഒരു ചിന്ത 9-ാം വാക്യം പറയുന്നു, ശിഷ്യന്മാർ അതുവരെയും കർത്താവ് ഉയിർത്ത്
എഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന വചനത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിരുന്നില്ല എന്നതാണ്. പത്രോസിനോടൊപ്പം ഓടി കല്ലറയ്ക്കുള്ളിൽ കടന്ന മറ്റേ ശിഷ്യൻ യോഹന്നാൻ തന്നെ ആയിരുന്നു എന്നാണ് പഠിതാക്കളുടെയൊക്കെ അഭിപ്രായം. എന്നാൽ യോഹന്നാൻ ശീലകൾ കണ്ട് വിശ്വസിച്ചു എന്ന് വായിക്കുന്നു. മനുഷ്യപ്രകൃതിയുടെ പരിമിതികളെക്കുറിച്ച് യേശു എല്ലായ്പ്പോഴും ബോധവാനും അതിനെക്കുറിച്ച് സഹതാപം ഉള്ളവനുമാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നോടുള്ള സ്നേഹ ആദരവുകളെ കർത്താവ് അംഗീകരിക്കുകയും അവർക്ക് തന്നെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഉയിർത്തെഴുന്നേറ്റവനെ ആദ്യം കണ്ട മഗ്ദലക്കാരത്തി മറിയയും യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൽ ആദ്യം വിശ്വസിച്ച യോഹന്നാനും ഇതാണ് വ്യക്തമാക്കുന്നത്. അവരുടെ ഉള്ളങ്ങളിലെ സ്നേഹത്തിനാണ് പ്രതിഫലം ലഭിച്ചത്. കപടമില്ലാത്തതും യാഥാർത്ഥ്യപൂർവകവുമായ അനുഭവങ്ങൾ കൂടുതൽ വെളിപ്പാടുകളിലേക്കും തിരിച്ചറിവുകളിലേക്കും നയിക്കുന്ന അടിത്തറകൾ ആണ്. അധികം ലഭിച്ചവർ അധികമായി നൽകണമെന്നതൊരു ദൈവിക നിയമമായി കാണാൻ ഈ തിരുവചനം നമുക്ക് പ്രചോദനാത്മകമാണ്. തൻ്റെ 7 ദുരാത്മാക്കൾ പുറത്താക്കപ്പെടുകയും ജീവിതത്തിൻ്റെ അധോഗമനത്തിൽ നിന്നും തൻ്റെ കരം പിടിച്ചുയർത്തുകയും ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെക്കുറിച്ചോ തൻ്റെ പരിമിതികളെക്കുറിച്ചോ ഓർക്കാതെ ഓടി അണയുന്ന മഗ്ദലക്കാരി മറിയ നമ്മെ സ്തോത്രാർപ്പണങ്ങൾക്ക് ബെല്ല് വിളിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെ മൂർത്തിയായ അങ്ങയുടെ സന്നിധിയിൽ ആ സ്നേഹ പരിധിയിലേക്ക് ഞങ്ങളെയും ആകർഷിച്ചതിന് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് എന്ത് പകരം നൽകും എന്നതും കർത്താവെ ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങളാവോളം തിരുസന്നിധിയിൽ സമർപ്പിതരാകാൻ സഹായിക്കണം. ഇന്നത്തെ പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും തിരുസാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ ജോലിവേലകളിലും യാത്രകളിലുമൊക്കെ ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലിൽ സൂക്ഷിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.